Dear students, Basic Mechanical Engineering എന്നുള്ള സബ്ജക്റ്റിൽ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രോബ്ലംസ് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പമ്പ്സ് ആൻഡ് ടർബൈൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ മുൻ വർഷങ്ങളിൽ ഓട്ടോ സൈക്കിൾ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ എന്നുള്ള ഈ രണ്ട് ടോപ്പിക്കും നമ്മൾക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, PV ഡയഗ്രം അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ആണെങ്കിൽ പോലും PV ഡയഗ്രം എന്തായാലും വരയ്ക്കുക. സാധാരണഗതിയിൽ PV ഡയഗ്രത്തിന് 2 മാർക്ക് കൊടുക്കാറുണ്ട്. ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രത്തിൽ 1, 2, 3, 4 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് 1 to 2 അഡയബാറ്റിക് കംപ്രഷനാണ്, 3 to 4 അഡയബാറ്റിക് എക്സ്പാൻഷനാണ്, 2 to 3 ഐസോകോറിക് ഹീറ്റ് അഡീഷനാണ്. അവിടെ നമുക്ക് ഹീറ്റ് സപ്ലൈ അല്ലെങ്കിൽ കമ്പഷൻ, ഹീറ്റ് ആഡഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 to 3 എന്നുള്ള ഈ ഭാഗത്താണ് നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കേണ്ടത്. 4 to 1 ഐസോകോറിക് ഹീറ്റ് റിജക്ഷനാണ്. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട സിലിണ്ടറിൻ്റെ ഡയഗ്രമാണ്. താഴെ കാണിക്കുന്ന ആ ഒരു സിലിണ്ടർ ഡയഗ്രത്തിൽ ഈ 1, 4 അത് കോമൺ പോയിൻ്റാണ്, 2, 3 അത് കോമൺ പോയിൻ്റാണ്. ഈ എൻഡ് മുതൽ ഈ 2 വരെയുള്ള ഈ ഒരു ഭാഗം, ഈ വോളിയത്തെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുക. അത് V2 ആണ് എടുക്കുക. ദെൻ 2 മുതൽ 1 വരെ അല്ലെങ്കിൽ 1 മുതൽ 2 വരെയുള്ള ഈ അകലം അത് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയും. അവിടെയുള്ള വോളിയത്തെ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് പറയും. സ്വെപ്റ്റ് വോളിയം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ V1 - V2 ആണ് കാണേണ്ടത്. കാരണം ഇതിൻ്റെ ഇടയിലുള്ള വോളിയം V1 - V2 ആണ് വരിക. അതുപോലെ തന്നെ ഈ ഡയമീറ്ററിന് സാധാരണഗതിയിൽ സിലിണ്ടർ ഡയമീറ്റർ അല്ലെങ്കിൽ ബോർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഡയമീറ്ററായിട്ട് അതെടുക്കുക. അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ്, ഒന്ന് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 1 - 1/r⁻⁻1. അതിനകത്ത് R എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ ആണ്. അത് V1/V2 ആണ്. ദെൻ ഈ എഫിഷ്യൻസി കാണാനുള്ള മറ്റൊരു ഇക്വേഷനും നമുക്ക് അറിഞ്ഞിരിക്കണം. QS - QR/QS, അതായത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഇതിൽ ഈ മുകൾ ഭാഗത്തുള്ള QS - QRനെ വർക്ക് ഡൺ എന്ന് പറയാം. സോ വർക്ക് ഡൺ ബൈ QS എന്ന് ഇതിനെ മാറ്റി പറയാം. പിന്നീട് QS കാണാൻ, അതായത് ഹീറ്റ് സപ്ലൈഡ് കാണാനുള്ള ഇക്വേഷൻ mCV T3 - T2. കാരണം ഹീറ്റ് സപ്ലൈ നടക്കുന്നത് ഇവിടെയാണല്ലോ, 2 to 3 നടക്കുന്നത്. സോ m × CV × T3 - T2. CV എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, m എന്ന് പറഞ്ഞാൽ മാസ്. QR ഹീറ്റ് റിജക്ഷൻ, അത് ഇവിടെയാണ് 4 to 1 നടക്കുന്നത്. സോ ഇവിടെ mCV T4 - T1 ഹീറ്റ് റിജക്റ്റഡ്. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് T2/T1 = V1/V2⁻⁻1. അത് ടെമ്പറേച്ചറിൻ്റെ ടേംസിൽ. പ്രഷറിൻ്റെ ടേംസിൽ P2/P1 = V1/V2⁻⁻. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഐസോകോറിക് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ, അതുപോലെ തന്നെ ഐസോബാറിക് വരുമ്പോൾ അവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷനാണ് P2V2/T2 = P3V3/T3. ഇതിനകത്ത് ഐസോകോറിക് ആണെങ്കിൽ ഈ 2 വോളിയം കട്ട് ചെയ്ത് പോകും. ബാക്കി P2/T2 = P3/T3 ഉണ്ടാവുക. ഐസോബാറിക് ആണെങ്കിൽ, കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഈ പ്രഷറുകൾ കട്ട് ചെയ്ത് പോകും. ബാക്കി V2/T2 = V3/T3 ഉണ്ടാവുക. അതുപോലെ തന്നെ ഏതൊരു പോയിന്റിലും കൊടുക്കാവുന്ന ഇക്വേഷനാണ് PV = RT. ഇവിടെ P എന്നുള്ളത് പ്രഷർ, V എന്നുള്ളത് വോളിയം, R എന്നുള്ളത് 287 എടുക്കണം ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T എന്നുള്ളത് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. പിന്നീട് മീൻ എഫക്റ്റീവ് പ്രഷർ, വർക്ക് ഡൺ ബൈ സ്വെപ്റ്റ് വോളിയം. പവർ കാണാൻ പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ്. ഗാമ ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യതയില്ല. നമുക്കറിഞ്ഞിരിക്കണം 1.4 ആണ് എയറിന്. അതുപോലെ തന്നെ R ഫോർ എയർ 287, CP 1.005, CV 0.718. അതുപോലെ തന്നെ 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ N/m². ആണ്. ഈ Nm²നെയാണ് പാസ്കൽ എന്നും പറയാം. അതേപോലെ തന്നെ മെഗാ എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി തന്നിരിക്കുന്ന ചോദ്യം ഡീസൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഡീസൽ സൈക്കിളിൽ
ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ ഭാഗത്ത് അതായത് 2, 3 എന്നുള്ള ഭാഗം നേരത്തെ പറഞ്ഞ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് അല്ല, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്, അതായത് ഐസോബാറിക് ആണ്. അവിടെ നമുക്ക് ഹീറ്റ് അഡീഷൻ എന്നോ കമ്പഷൻ എന്നൊക്കെ നേരത്തെ പോലെ തന്നെ വരാം. ബാക്കിയൊക്കെ ഗ്രാഫ് സെയിം ആണ്. എന്നാൽ താഴെയുള്ള അതിൻ്റെ സിലിണ്ടർ ഡയഗ്രാം 1-4 നേരത്തെ പോലെ കോമൺ ആണ്, ഓട്ടോ സൈക്കിളിലെ പോലെ തന്നെയാണ്. അതേസമയത്ത് 2-3 ഇത് രണ്ടും വ്യത്യസ്ത പോയിന്റുകളായിരിക്കും. ഈ 2-3 എന്നുള്ള പോയിന്റുകളുടെ ഇടയിലുള്ള വോളിയത്തെ കട്ട് ഓഫ് വോളിയം, അതായത് V3 - V2 കട്ട് ഓഫ് വോളിയം ആയിരിക്കും. അതാണ് ഇതിൽ നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഈ ഒരു ഡീസൽ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ കുറച്ച് വലിയൊരു ഇക്വേഷനാണ്. നേരത്തെ പറഞ്ഞ ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ്റെ കൂടെ, അതായത് 1 - 1/r റേസ് ടു ഗാമ -1 ഉണ്ട്, അതിൻ്റെ കൂടെ 1/γ ഇൻറ്റു 1/γ ഇൻറ്റു റോ റേസ് ടു ഗാമ -1 ബൈ റോ -1. ഇതിനകത്ത് റോ എന്ന് പറഞ്ഞാൽ അത് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയും, V3/V2. പിന്നീട് QS കാണാൻ, ഹീറ്റ് സപ്ലൈ കാണാൻ നേരത്തെ സെയിം ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയൊരു വ്യത്യാസം, ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് MCP T3 - T2 ആയിരിക്കും. നേരത്തെ MCV ആയിരുന്നു, അതിന് പകരം MCP ആയിട്ട് മാറി. മറ്റൊരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കേണ്ടത് പെർസെൻറ്റേജ് ലോസ് ഇൻ എഫിഷ്യൻസി. അത് കാണാൻ പറഞ്ഞാൽ എഫിഷ്യൻസി മാക്സിമം മൈനസ് എഫിഷ്യൻസി മിനിമം ഡിവൈഡ് ബൈ എഫിഷ്യൻസി മാക്സിമം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഓട്ടോ സൈക്കിളിലെയും ഡീസൽ സൈക്കിളിലെയും ഏത് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദി ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് തെർമൽ എഫിഷ്യൻസി ബേസ്ഡ് ഓൺ ദി ഓട്ടോ സൈക്കിൾ ഫോർ എ പെട്രോൾ എഞ്ചിൻ വിത്ത് എ സിലിണ്ടർ ബോർ ഓഫ് 50 mm ആൻഡ് സ്ട്രോക്ക് ഓഫ് 75 mm ആൻഡ് എ ക്ലിയറൻസ് വോളിയം ഓഫ് 21.3 cm3. 10 മാർക്കിന് KTU ഡിസംബർ 2021 ചോദിച്ച ചോദ്യമാണ്. അപ്പം നമ്മൾ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ PV ഡയഗ്രാം വരയ്ക്കുക. PV ഡയഗ്രാം സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. 2 ഐസോകോറിക്കും ഒരു അഡയബാറ്റിക് കംപ്രഷനും ഒരു അഡയബാറ്റിക് എക്സ്പാൻഷനും. സോ 1 2 3 4 ഇത് P ആണ്, ഇത് V ആണ്. ഇനി തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതുക. കാൽക്കുലേറ്റ് ദി ഐഡിയൽ എയർ സ്റ്റാൻഡേർഡ് തെർമൽ എഫിഷ്യൻസി. സോ എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? സിലിണ്ടർ ബോർ ഓഫ് 50 mm ആൻഡ് സ്ട്രോക്ക് ഓഫ് 75 mm. സോ ഒരു സിലിണ്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഡയമീറ്ററാണ് 50 mm തന്നിരിക്കുന്നത്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഈ 1 2 ഇവയ്ക്കിടയിലുള്ള ഈ അകലം, അത് 75 mm. ഇനി ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ഈ വോളിയം V2 എന്ന് പറയുന്ന ഈ വോളിയം, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡാറ്റ പറഞ്ഞല്ലോ. സോ ക്ലിയറൻസ് വോളിയം ആണ് തന്നിരിക്കുന്നത് 21.3 cm3. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു അളവ് തന്നിരിക്കുന്നത് cm3-ലും ഇതൊക്കെ മില്ലിമീറ്ററിലുമാണ്. ഒന്നുകിൽ എല്ലാം മില്ലിമീറ്ററിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ എല്ലാം സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. നല്ലത് ഇത് നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമായിരിക്കും. സോ 75 mm എന്നുള്ളത് 7.5 cm എന്ന് മനസ്സിലാക്കുക. 50 mm എന്നുള്ളത് 5 cm എന്നും മനസ്സിലാക്കുക. ഇനി എഫിഷ്യൻസിയാണ് കാണേണ്ടത്. എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 - 1/r റേസ് ടു ഗാമ -1. അതിൽ ഗാമ തരില്ല, നമുക്കറിഞ്ഞിരിക്കണം 1.4 ആണ്. R എന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു V1/V2 കംപ്രഷൻ റേഷ്യോ. ഈ V1/V2 കാണാൻ V2 തന്നിട്ടുണ്ട്. V2 ആണ് 21.3. ക്ലിയറൻസ് വോളിയം എന്നുള്ളത് V2 ആണ്, അത് തന്നിട്ടുണ്ട്. V1 എങ്ങനെ കിട്ടും? V1 എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ഈ എൻഡ് മുതൽ ഈ 1 വരെയുള്ള ടോട്ടൽ വോളിയമാണ് V1. ആ ടോട്ടൽ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് ഈ V2 എന്ന് പറയുന്ന ഈ ചെറിയ വോളിയത്തിൻ്റെ കൂടെ ഈ 75 ലെങ്ത്ത് വരുന്ന ഈ വോളിയം ആഡ് ചെയ്താൽ മതി. അതിന് ഈ ഭാഗത്തുള്ള വോളിയം അറിയണം, അതിന് ലെങ്ത്തും അറിയാം, ഡയമീറ്ററും അറിയാം. ഒരു സിലിണ്ടർ ആണല്ലോ, സിലിണ്ടറിൻ്റെ വോളിയം കാണാൻ πr² h അല്ലെങ്കിൽ πd²/4 × h. സോ V1 കാണാൻ V1 ഈസ് ഈക്വൽ ടു V2ൻ്റെ കൂടെ πd²/4 × h. πr² h എന്ന് ഉപയോഗിച്ചാലും മതി. V2 നമുക്കറിയാം 21.3 ആണ്. പൈ ഇൻറ്റു d², d 5 ആണ്, 5 cm. 50 mm നമ്മൾ 5 cm ആക്കിയിട്ട് മാറ്റി. സോ 5² / 4 ×
എച്ച് 7.5. ഇത് ചെയ്താൽ 21.3 പ്ലസ് ഈ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ 147.19 എന്ന് കിട്ടും. 147.19 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം ടോട്ടൽ 168.49 എന്ന് കിട്ടും. സോ അതാണ് V1. സോ V1ഉം അറിയാം, V2 അറിയാം. സോ വാട്ട് ഈസ് V1 ബൈ V2? V1 ബൈ V2 is equal to 168.49 ഡിവൈഡ് ബൈ V2 21.3. അത് ചെയ്ത് കഴിഞ്ഞാൽ 7.91 കിട്ടും. അതാണ് കംപ്രഷൻ റേഷ്യോ R. R കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ കൊടുക്കാം. 1 മൈനസ് 1 ബൈ 7.91 റേസ് ടു 1.4 മൈനസ് 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 0.5627 എന്ന് കിട്ടും. അതിനെ പെർസെൻറ്റേജ് ആക്കിയിട്ട് മാറ്റി എഴുതുക. 56.27%. വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലമാണ്. 10 മാർക്കിനാണ് ചോദിച്ചത്. ഓട്ടോ സൈക്കിളിൽ അടുത്ത പ്രോബ്ലം. ദ മിനിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ആൻ ഓട്ടോ സൈക്കിൾ ആർ 100 kPa and 300 Kelvin. The compression ratio is 5 and the peak pressure is 2.1 MPa. Find out heat supplied per kilogram of air, heat rejected, work done, theoretical thermal efficiency and mean effective pressure. 10 മാർക്കിന് KTU ജൂലൈ 2021 ചോദിച്ച ചോദ്യമാണ്. ഇതിന് ആദ്യം തന്നെ നമുക്ക് PV ഡയഗ്രാം വരക്കാം. PV ഡയഗ്രാം വരക്കാൻ മറക്കരുത്, അതിന് മാർക്ക് ഉണ്ടാവും പലപ്പോഴും. 1 2 3 4 ആരോ മാർക്ക് കൊടുക്കുക. ഇത് P ആണ്, ഇത് V ആണ്. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഡാറ്റ? ഓട്ടോ സൈക്കിളാണ്, അതുകൊണ്ട് ഓട്ടോ സൈക്കിളിൻ്റെ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. മിനിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻ ആൻ ഓട്ടോ സൈക്കിൾ. മിനിമം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പം ഇവിടെയാണ് മിനിമം പ്രഷറും ടെമ്പറേച്ചറും വരിക. P1 T1. സോ P1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്. P1 ഈസ് 100 kPa. സോ 100 × 10⁻³ പാസ്കൽ. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. T1 300 Kelvin, 300 Kelvin. ദ കംപ്രഷൻ റേഷ്യോ ഈസ് 5. സോ R, അതായത് V1 ബൈ V2 ഈസ് ഈക്വൽ ടു 5. R തന്നിട്ടുണ്ട്. ആൻഡ് ദ പീക്ക് പ്രഷർ ഈസ് 2.1 MPa. പീക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രഷർ. പീക്ക് പ്രഷർ ഈ 3 എന്നുള്ള പോയിന്റിലാണ് വരിക. സോ P3 ഈസ് ഈക്വൽ ടു 2.1 MPa. MPa എന്ന് പറഞ്ഞാൽ 2.1 × 10⁻⁶ പാസ്കൽ. ഫൈൻഡ് ഔട്ട് ഹീറ്റ് സപ്ലൈഡ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഹീറ്റ് സപ്ലൈഡ് QS ആണ്, മറ്റൊന്ന് ഹീറ്റ് റിജക്റ്റഡ് QR, പിന്നീട് വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ QS മൈനസ് QR കാണാം, അല്ലെങ്കിൽ എഫിഷ്യൻസി ഉപയോഗിച്ചിട്ട് കാണാം. എഫിഷ്യൻസി ഇൻറ്റു QS ചെയ്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. പിന്നീട് തിയററ്റിക്കൽ തെർമൽ എഫിഷ്യൻസി. സോ എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്. മീൻ എഫക്റ്റീവ് പ്രഷർ. മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഡിവൈഡ് ബൈ സെപ്റ്റ് വോളിയം. ഇത്രയുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് ഈ QS കാണാൻ നോക്കാം. QSൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. QS എന്ന് പറഞ്ഞാൽ QS ഇസ് ഈക്വൽ ടു, ഇവിടെയല്ലേ QS നടക്കുന്നത്, അത് ഹീറ്റ് സപ്ലൈ നടക്കുന്നത് എവിടെയാണ്? സോ MCV T3 മൈനസ് T2 ആണ് ഹീറ്റ് സപ്ലൈ QS. അത് കിട്ടാൻ M നമുക്കറിയാം 1, CV നമുക്ക് അറിഞ്ഞിരിക്കണം 0.718, പിന്നെ T3 അറിയില്ല, T2 അറിയില്ല. T2 പെട്ടെന്ന് കിട്ടും. T1ഉം Rഉം അറിയാമെങ്കിൽ T2 പെട്ടെന്ന് കിട്ടും. സോ നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 കാണാൻ വേണ്ടിയിട്ട് T2 ബൈ T1 ഈസ് ഈക്വൽ ടു R റേസ് ടു, അല്ലെങ്കിൽ V1 ബൈ V2 റേസ് ടു ഗാമ മൈനസ് 1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. സോ T2 ഈസ് ഈക്വൽ ടു T1 R റേസ് ടു ഗാമ മൈനസ് 1. ഇതിലെല്ലാം അറിയാലോ. T1 300 ആണ്, R 5 ആണ്, 1.4 മൈനസ് 1. ഇതിൻ്റെ ആൻസർ T2 ഈസ് ഈക്വൽ ടു 571.096 കെൽവിൻ എന്ന് കിട്ടും. T2 കിട്ടി. ഇനി എങ്ങനെയാണ് നമുക്ക് T3 കിട്ടുക? T3 കിട്ടാൻ ഈ 2, 3 എന്നുള്ള PV ഡയഗ്രാം നോക്കുക. 2, 3 എന്നുള്ള ഈ രണ്ട് പോയിന്റിൽ നമുക്ക് ഇങ്ങനെ പറയാം.
P2 V2 by T2 is equal to P3 V3 by T3. അതിൽ വോളിയം സെയിം ആയതുകൊണ്ട് V2 V3 കട്ട് ചെയ്ത് പോകും. ബാക്കി P2 by T2 is equal to P3 by T3 ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് T3 കിട്ടണമെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം അറിഞ്ഞിരിക്കണം. അതായത് P2 T2 P3 ഇത്രയും അറിഞ്ഞിരിക്കണം. T2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. P3 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P2 അറിയില്ല. സോ P2 കിട്ടാനുള്ള മാർഗം ഇവിടെ ഈ T2ൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അതേപോലെ നമുക്ക് P2 by P1 is equal to R raised to gamma എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. സോ P2 is equal to P1 into R raised to gamma. ഇതിനകത്ത് P1 അറിയാം 100 കിലോ പാസ്കൽ 100 into 10 raised to 3 R raised to gamma അതായത് 5 raised to 1.4. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് P2 9.52 into 10 raised to 5 എന്ന് കിട്ടും. സോ P2 അറിയാം. അപ്പോൾ ഇതിനകത്ത് P2 അറിയാം, T2 അറിയാം, P3 അറിയാം. T3 മാത്രമാണ് അറിയാത്തുള്ളൂ. സോ T3 കിട്ടാൻ T3 is equal to P3 by P2 into T2. ഇതിനകത്ത് വാല്യൂസ് കൊടുക്കുക. P3 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2.1 into 10 raised to 6 മെഗാ പാസ്കലായിരുന്നു. അതിന് 10 raised to 6 എഴുതി. ബൈ P2 ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 9.52 into 10 raised to 5. T2 നമുക്കിവിടെ കിട്ടി 571.096. ഈ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ T3യുടെ വാല്യൂ നമുക്ക് 1259.55 കെൽവിൻ കിട്ടും. സോ T3 കിട്ടി. ഈ T3യും T2 ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് QS കാണാം. സോ QS ഹീറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു മാസ് 1 CV 0.718. T3 ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1259.55 മൈനസ് T2 ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 571.09. 571.09. ഇത് ചെയ്തു കഴിഞ്ഞാൽ QS നമുക്ക് കിട്ടുക 494.3 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. സോ ചോദിച്ചതിൽ ഒന്നാമത്തത് കിട്ടി, QS കിട്ടി. ഇനി QR ആണ്. QR കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ QR പെട്ടെന്ന് കിട്ടും. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1 അല്ലേ? അതിനകത്ത് കൊടുക്കുക 1 മൈനസ് 1 ബൈ 5 റേസ് ടു 1.4 മൈനസ് 1. ഇതിൻ്റെ ആൻസർ വരിക 0.4747, അതായത് 47.47%. ഇനി നമുക്കറിയാം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ QS ആണ്. സോ വർക്ക് ഡൺ ഇതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. വർക്ക് ഡൺ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. സോ വർക്ക് ഡൺ എങ്ങനെ കിട്ടുക? ഈ എഫിഷ്യൻസിയും QSഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു QS. എഫിഷ്യൻസി 0.4747. ഈ 47.47 എന്നുള്ളത് 0.4747 എന്നുള്ള രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഡിവൈഡ് ബൈ 100 വെച്ചിട്ട് എഫിഷ്യൻസി ഇൻറ്റു QS. QS ഇപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? QS കിട്ടിയത് 494.3. 494.3. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡൺ കിട്ടും. വർക്ക് ഡൺ 234.64 കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. ഇനി വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ QS മൈനസ് QR ആണ്. ഇതിനകത്ത് വർക്ക് ഡൺ അറിയാം 234.64 ഈസ് ഈക്വൽ ടു QS അറിയാം 494.3 മൈനസ് QR കണ്ടുപിടിച്ചൂടെ? QR നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക, അത് പ്ലസ് ആവും. ഈ 234 ഈ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക, അത് മൈനസ് ആവും. സോ ദിസ് വിൽ ബി QR വിൽ ബി 494.3 minus 234.64 which is equal to 259.66 കിലോജൂൾ പെർ കിലോഗ്രാം. ഇപ്പോൾ QRും കിട്ടി. ഇനി ഏതാ കിട്ടാൻ ബാക്കി? QS ആയി, QR ആയി, വർക്ക് ഡൺ ആയി, എഫിഷ്യൻസി ആയി. ഇനി മീൻ എഫക്റ്റീവ് പ്രഷറാണ്. മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ സ്വെപ്റ്റ് വോളിയം V1 മൈനസ് V2. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ V1ഉം V2ഉം സെപ്പറേറ്റ് അറിഞ്ഞാലേ നമുക്ക് V1 മൈനസ് V2 കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് V1 ബൈ V2 തന്നിട്ടുള്ളൂ. സോ V1 ബൈ V2
5 തന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റത് കണ്ടുപിടിക്കാം. ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? V1 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ V2 കണ്ടുപിടിക്കാം. V1 കിട്ടാൻ P1 V1 ഇസ് ഈക്വൽ ടു RT1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. PV ഇസ് ഈക്വൽ ടു RT എന്നുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഷർ അറിയാം 100 × 10⁻³ V1 അറിയില്ല, R 287, T1 300. ഇപ്പം V1 എത്ര കിട്ടും? V1 ഈസ് ഈക്വൽ ടു 287 × 300 ഡിവൈഡ് ബൈ 100 × 10⁻³. അത് ചെയ്താൽ V1 0.861 m³ എന്ന് കിട്ടും. സോ V1 കിട്ടി. V1 കിട്ടിക്കഴിഞ്ഞാൽ V2 കാണാം, കാരണം V1/V2 5 അല്ലേ. സോ V1/V2 ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ V2 ഇസ് ഈക്വൽ ടു V1/5. 0.861 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 0.172 എന്ന് കിട്ടും. 0.172. സോ V1 കിട്ടി, V2 കിട്ടി. ഇനി V1 മൈനസ് V2 കാണാമല്ലോ. സോ MEP ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. വർക്ക് ഡൺ നമുക്ക് 234.64 ഡിവൈഡ് ബൈ 0.861 മൈനസ് 0.172. അത് ചെയ്ത് കഴിഞ്ഞാൽ MEP 340.65 kJ/kg എന്ന് കിട്ടും, m³.